അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽ-വാഹിദിൽ മന്നാൻ അസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫൽ മുഅ്തരി ബിർറൗഹി വറൈഹാൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരവുകളും ബഹുമാനങ്ങളും നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹു മനുഷ്യകുലത്തിന് നൽകി അനുഗ്രഹിച്ച ഏറ്റവും അലംഘനീയമായ അനുഗ്രഹമാണ് ബുദ്ധി. ആ ബുദ്ധിയെയും ചിന്താമണ്ഡലത്തെയും നിർജീവമാക്കുന്ന മാരകമായ ലഹരി വസ്തുക്കളാണ് ഉത്തരാധുനിക സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലയിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യപാനം, ലഹരി യുവതലമുറയെ നശിപ്പിക്കുന്നു എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കൂടലും പിരിയലും സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കള്ളുകുടിയിലും പെണ്ണുപൊടിയിലും മതോന്മത്തരായി കഴിഞ്ഞിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരിച്ചു പോയ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ട് മദ്യപാനത്തെ എതിർത്തുകൊണ്ട് ഖുർആൻ അവതീർണമാകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതന. നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കണം, റബ്ബി ലോകത്ത് എന്തൊക്കെ തന്നെ ഹറാമാക്കിയിട്ടുണ്ടെങ്കിലും അത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഹറാമാ. അതുകൊണ്ടാണല്ലോ ഒരു മദ്യപാനി, ഒരു യുവതലമുറ മദ്യം ഉപയോഗിക്കുന്ന വഴി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, അത് പ്രപഞ്ചം അതിങ്ങനെ വ്യത കൊള്ളുക തന്നെ ചെയ്യും. ഒരു യുവാവ് എങ്ങാനും മദ്യപിച്ചാൽ പ്രപഞ്ചം ഇങ്ങനെ തേങ്ങിക്കരയുകയാ. അതുകൊണ്ടാണല്ലോ ഖുർആൻ വ്യക്തമാക്കുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ. ഭൂമി എങ്ങാനും അതിന്റെ പ്രകമ്പനം കൊണ്ടുകഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിലെ ഭാരങ്ങൾ എങ്ങാനും പുറന്തള്ളിക്കഴിഞ്ഞാൽ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാ. ഇന്ന മിന്നാസിൻ യശ്റബൂനൽ ഖംർ യസ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അവസാന കാലഘട്ടത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്നുള്ള സമുദായം ഒരു വിഭാഗം ഹാളിറാകും. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കള്ള് കുടിച്ച് മതോന്മത്തരായി കഴിഞ്ഞുകൂടുകയും കള്ളിന്, മദ്യപാനത്തിന് മദ്യപാനം എന്നല്ലാതെ മറ്റിതര പേരുകൾ വിളിക്കുക തന്നെ ചെയ്യും. അതാണല്ലോ മുഅ്മിനെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവതലമുറ ഇന്ന് വിളിക്കുന്ന പേരെന്താ? LSDയും MDMAയും കൊക്കൈനുകളും ഹാഷിഷുകളുമായിട്ട് വെള്ളപ്പൊക്കം പോലെ പരന്നയുകുന്ന കേരളത്തിലെ മനോഭാവം നമ്മൾ കാണുമ്പോ അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാ. ഒരു യുവതലമുറ മദ്യപാനം ഉപയോഗിക്കുന്ന വഴി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മതപരമായ മൂല്യങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കും. അതാണ് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മുദ്മിനൽ ഖംരി ഇൻ മാത് ലഖിയല്ലാഹ കഅബിദി വതനിന്. ഒരു മദ്യപാനി അല്ലാഹുവിലേക്ക് മരണപ്പെടുന്ന സമയത്ത്, അവൻ അല്ലാഹുവിലേക്ക് മരണപ്പെടുമ്പോ മദ്യം കുടിച്ചാണ് മരണപ്പെട്ടാൽ ഖിയാമത്തിന്റെ ദിവസം അവൻ വന്നുകൊണ്ടിരിക്കുക. ഒരു ബിംബാരാധകൻ എങ്ങനെയാണോ അല്ലാഹുവിലേക്ക് സംജാതമാവുക, അപ്രകാരമാണ് ഒരു മദ്യപാനി അല്ലാഹുവിലേക്ക് ഹാളിറാകുന്നത്. എത്ര ഭയാനകരമാ. റബ്ബ് സുബ്ഹാനഹു വ തആല മദ്യപാനത്തെ തീർത്തും വർജിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.